മസ്താനി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇറക്കി വിടും, ഞാൻ എന്റെ ഫാമിലിയിൽ കേട്ടില്ല. അപ്പൊ ഇങ്ങനെ അവനെ ഇനി ഈ പഠിക്കകത്ത് കയറ്റരുത്, ആ ബന്ധം മുറിച്ച് അവനെ ബ്രഹ്മചാരി. ഒരു ഡിസ്കഷൻ നമ്മൾ കുറച്ച് പേരിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഐ തിങ്ക് ഇറ്റ്സ് മൈ ഞാൻ സംസാരിക്കാം. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? പിന്നെ നീ കെട്ടിപ്പിടിച്ച് 2 മുണ്ടെത്ര ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടം ശരിയാക്കി തരണം. ഡിസ്കസ് ചെയ്ത ആൾക്കാരെ ഞാൻ ചോദിച്ചിരുന്നു, അപ്പൊ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കളയോ എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കൊടുവാണ് കൊണ്ട് അവന്റെ കഴുത്ത് വിട്ട ജയിലിൽ പോവാ എന്റെ മാനം കാക്കാൻ. മസ്താനി ഇതിനൊരു മറുപടി പറയോ? ആ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ അസ്വസ്ഥരാണ്, ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ താല്പര്യം എന്റെ പേഴ്സണൽ പേഴ്സണൽ കാര്യമല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിശ്ചിതമാണ്. ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യം തോന്നരുത്. നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, തന്നെ താൻ പൊക്കി പറയാ, അത് കുറച്ച് കൂടുതലാ, കുറച്ചല്ല വളരെ കൂടുതലാ. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. ഇല്ല, പ്രേരിപ്പിച്ചല്ല. ഞാൻ അഭിഷേകിനോട് പറഞ്ഞു വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത് കയറാൻ. നിനക്ക് മനസ്സിലാവില്ല. ഷോ തുടങ്ങി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വരികയും അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അറിയും. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന പ്രശ്നം. തലയ്ക്ക് വെളിവില്ലടാ, ഞങ്ങളെന്താ കളിക്കാൻ നിൽക്കണം? പറഞ്ഞാൽ മനസ്സിലാവാത്ത വിവരദോഷി. ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്. എനിക്കിപ്പം എന്തോ പിന്നെ താൻ തോന്നിത്തരം കാണിക്കാനാണെങ്കിൽ ഇനി ഇവിടെ നടക്കില്ല, വേറെ സ്ഥലം നോക്കണം. നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇപ്പോഴല്ല വളരെയധികം പ്രശ്നം ഉണ്ടാവും. നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി. കേട്ടല്ലോ, ഇതാണ് മല്ലുവിന്റെ ഉപദേശം. നാളെ ഒരു മകനോ മകളോ ഉണ്ടായി ഒരു ഏജ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇതായി മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് മറുപടി പറഞ്ഞത്, ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആരെങ്കിലും എന്റെ പെങ്ങന്മാരുടെ പിന്നാലെ വന്നാൽ നിന്നെ തന്നെ ഉദ്ദേശിച്ചത് ചവിട്ടി നടുവൊടിക്കും ഞാൻ. അവര് എന്നോട് പറഞ്ഞത് ലാലേട്ടാ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും എന്നാണ് പറഞ്ഞത്. അവരോട് എന്ത് പറയണമെന്ന് എനിക്ക് ആ സിറ്റുവേഷനിൽ കാര്യം എനിക്ക് പഠിക്കാൻ വിട്ടാ പഠിച്ചിട്ട് വരണം, അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയാണ്ടല്ലോ ഇതുപോലെ കയറി നേരങ്ങോ ആങ്ങളമാര്.